ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കിയ ഒരു കേക്കാണ്, ഒരു പ്ലം കേക്കാണ്. കാരണം ഇത് ഞങ്ങൾക്ക് ഇന്ന് സന്തോഷത്തിൻ്റെ ദിനമാണ്. കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇത്രയും നാളായി. പക്ഷേ ഞങ്ങൾക്ക് 1K സബ്സ്ക്രൈബർ കഴിഞ്ഞു. എല്ലാവരും ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. മച്ചാൻ്റെ ഫ്രണ്ട്സും മക്കളുടെ കൂട്ടുകാരും അതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തവരും പുറത്തുള്ള ആൾക്കാരും ഒരുപാട് പേര് ഞങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം ഒരുപാട് താങ്ക്സ്. ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എപ്പിസോഡ് ഞാൻ ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് മുമ്പോട്ട് ഞങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണം വേണം. ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം. ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് 1K പോലെ തന്നെ 1000 അതുപോലെ സബ്സ്ക്രൈബർ മുന്നോട്ട് പോകാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. അപ്പം ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുക, അഭിപ്രായം അറിയിക്കുക, ലൈക്ക് ചെയ്യുക, കമൻസിലൂടെ അറിയിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഞാനിവിടെ ഉണ്ടാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പ്ലം കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നാന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പ്ലം കേക്കാണ്. പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ആ മാവ് വടിക്കുന്ന സമയത്ത് പ്ലം കേക്കിന് വേണ്ട കളർ കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാത്രം ഇപ്പം നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളമില്ലാത്ത പാത്രത്തിൽ വേണം ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിത് മെൽറ്റ് ആകുന്നവരെ ഇളക്കണം. ഇളക്കി ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒന്ന് സിറപ്പാക്കി എടുക്കണം. പഞ്ചസാര ഒട്ടും അടി പിടിക്കാതെ വേഗം ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ പഞ്ചസാര കരിയാതെ നമുക്ക് കളർ മാറി കിട്ടത്തുള്ളൂ. ഇതൊന്ന് മെൽറ്റ് ആകുന്നവരെ നമുക്ക് ഇളക്കാം. ഇപ്പോൾ പഞ്ചസാരയുടെ നിറം മാറി വന്നിട്ടുണ്ട്. ഈ സമയം ആകുമ്പോഴത്തേക്ക് നമ്മൾ ചൂടുവെള്ളം ചേർക്കല്ല. ഇച്ചിരി കൂടെ ഡാർക്ക് കളറാകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റാക്കി എടുക്കണം. അന്നേരം ബ്രൗൺ കളറിൽ നമുക്ക് ഈ പഞ്ചസാര സിറപ്പ് കിട്ടും. കട്ടിയായി പോകത്തൊന്നുമില്ല വെള്ളം ചേർക്കുന്നതുകൊണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിനൊരു ചൂടുവെള്ളം ചേർക്കാം. പഞ്ചസാര സിറപ്പ് കളർ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പതയുന്ന പരുവമാകുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. കുറച്ചുകൂടി ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം ഇത് പതഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം, എടുത്ത പഞ്ചസാരയുടെ അതേ അളവിൽ കപ്പി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇച്ചിരി മാറി നിന്ന് വേണം ഒഴിക്കാൻ. ഇത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ഇനി നമുക്ക് ഈ സിറപ്പ് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ഇപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ കളർ വേണം നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള അതേ പാകത്തിൽ കിട്ടാൻ. ഇത് നല്ലോണം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. അപ്പോഴത്തേക്ക് കേക്കിനുള്ള ബാക്കി കൂട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വയ്ക്കാം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി 250 ml ഒരു 1/4 കിലോ മൈദയുണ്ട്. നമ്മൾ ഏകദേശം ഒരു 3/4 കിലോ ഉള്ളൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഓവൻ വേണ്ട, ബീറ്റർ വേണ്ട, വിസ്ക് വേണ്ട, ഒന്നും വേണ്ട. മിക്സി വെച്ചിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ് ഇത്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നിറച്ച് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഇതിൽ ചേർക്കുന്നില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ് ഇത്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കണം. ഗ്രാമ്പുവും പട്ടയും കൂടെ പൊടിച്ചതായത്. ഇത് നമുക്ക് ഈ അരിക്കാനുള്ള മൈദയുടെ കൂട്ടിലേക്ക് ചേർക്കാം. ഇത് കേക്കിന് ഫ്ലേവർ കൊടുക്കുന്ന ഈ ഗ്രാമ്പുവും പട്ടയുടെയും പൊടിയാണ്. ഇത് 1 സ്പൂൺ വേണം. ഇത് രണ്ടും കൂടെ 1 പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാനതിടുന്നത്. ഇനി നമുക്ക് ഈ കൂട്ട് മൊത്തം ഒന്ന് അരിച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. കൂട്ടുകളെല്ലാം കൂടെ നന്നായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് പൊടിക്കുന്ന ജാറിൽ ഞാൻ ഏകദേശം ഒരു 150 ml പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാമിനടുത്ത് വരും. ഈ പഞ്ചസാര ആദ്യം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം.
പഞ്ചസാര നല്ല ഐസിങ് ഷുഗർ ആയിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട ഉടച്ചിടണം. 2 മുട്ട ഉടച്ച് ചേർത്ത് വീണ്ടും നമുക്ക് ഈ മിക്സിയിൽ നിന്ന് നല്ലോണം അരച്ചെടുക്കണം. 2 മുട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. മിക്സി നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. മുട്ട ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മുട്ട ബീറ്റ് ചെയ്ത് ആദ്യം നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഈ ഷുഗർ സിറപ്പിൻ്റെയും ഈ മുട്ടയുടെയും ഒക്കെ വെള്ളം മതി നമുക്ക് ഇത്രയും മാവ് നല്ല കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാം. കട്ട പിടിക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, വിസ്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു ഫോർക്ക് മതി നമുക്ക് ഈസി ആയിട്ട് ഈ കേക്ക് ഉണ്ടാക്കാൻ. ഒത്തിരി പേര് എന്നോട് കേക്കിൻ്റെ റെസിപ്പി ചോദിച്ചായിരുന്നു. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോഴാണ് ഇടാൻ പറ്റിയത്. ഇത് നമുക്ക് നല്ല ഇളക്കാം. മാവും മുട്ടയും പാലും എല്ലാം ഇപ്പം നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് കുറേശ്ശെ ഊറ്റി മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം നോക്കിയതിന് ശേഷം വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇത്തിരി ലൂസാകുന്ന പരുവം വരെ ഇത് ചേർത്ത് ഇളക്കി കൊടുക്കണം. കട്ട കെട്ടാതെ വേണം ഇത് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഷുഗർ സിറപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് വെള്ളം തികയാതെ വരുമ്പോഴത്തേക്ക് ചെറു ചൂട് പാല് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ മിക്സ് ചെയ്യണം. അപ്പോൾ എല്ലായിടത്തും പിടിച്ചോളും. ഇത് നല്ല ഇത്തിരി ലൂസാകുന്ന പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മുട്ട അടിച്ചെടുത്ത ജാറിലേക്ക് ഞാൻ 1 സ്പൂൺ നിറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ ഓയിലും കൂടെ ഒന്നുകൂടെ ഈ പാത്രത്തിൽ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കണം. 2-3 പ്രാവശ്യം മിക്സി ഒന്ന് കറക്കി എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതും ഒന്ന് പതഞ്ഞ് കിട്ടും. ഈ ഓയിലും നമ്മുടെ കൂട്ടിലേക്ക് ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല ഫ്ലഫി ആയിട്ട് പൊന്തി വരുള്ളൂ കേക്ക്. സാധാരണ ബീറ്റർ വെച്ച് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അടിച്ച് ബീറ്റർ എടുക്കുന്ന സമയത്ത് തന്നെ മുട്ടയുടെ കൂടെ ഓയിൽ ചേർത്ത് അടിച്ചെടുത്താൽ മതി. ഫോർക്ക് വെച്ചാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് വേണം ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇത് പൊന്തി വരത്തില്ല. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ചേർക്കണം. ഈ സമയത്ത് നമുക്ക് 1 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഏകദേശം എനിക്ക് അളവറിയാം. ഇതിപ്പോൾ 1 സ്പൂണോളം ഉണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇതും എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എത്ര ഇളക്കി കൊടുക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് കിട്ടും. ഇപ്പോൾ ഏകദേശം ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സുകളും നട്ട്സുകളും ഒക്കെ ചേർത്ത് കൊടുക്കണം. നമ്മൾ പ്ലം കേക്കല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനി നമുക്ക് ഇതിലേക്ക് ചേർക്കണം. 1 സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഓറഞ്ച് ജ്യൂസിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ട് തലേ ദിവസം കുതിർത്തിട്ടാൽ നല്ലതായിരിക്കും. പക്ഷേ ഉണ്ടാക്കുന്ന സമയത്ത് കുതിർത്തിട്ടതായതുകൊണ്ട് അടിഭാഗത്ത് അടിഞ്ഞു കിടക്കും. അതിന് ഡ്രൈ ഫ്രൂട്ട്സിലെല്ലാം നമ്മൾ കുറച്ച് മൈദപ്പൊടി വിതറിയിട്ട് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാ ഭാഗത്തും വ്യാപിച്ച് കിടക്കും. ഇത് നല്ലോണം മിക്സ് ചെയ്യണം. ഇനി ലാസ്റ്റ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് കയ്യിലുണ്ടെങ്കിലും നമുക്കിത് ചേർക്കാം. കുറച്ച് കാഷ്യൂവും മുന്തിരിയും ബദാമും എല്ലാം ഞാൻ മൈദപ്പൊടി തൂക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ഇതിട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ മൈദപ്പൊടി തൂക്കി ചേർക്കുവാണെങ്കിൽ എല്ലാ ഭാഗത്തും ഇത് വ്യാപിച്ച് കിടക്കും. അല്ലെങ്കിൽ ഇത് താന്നു പോവും. അടിഭാഗത്ത് മാത്രമായിട്ട് പോവും ജ്യൂസിനകത്ത് വെച്ചാൽ. അപ്പോൾ കേക്കിൻ്റെ എല്ലാ സാധനങ്ങളും ചേർത്ത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ട് പുളിക്കാനൊന്നും വെക്കണ്ട.
നമുക്കൊരു കുക്കറിനകത്ത് വെച്ച് 35-40 മിനിറ്റ് 35-40 മിനിറ്റിനകം നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന ഒരു കുക്കറിൽ വെച്ചാൽ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ചെറിയ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം നമുക്ക് 1 കിലോ വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അകത്ത്. ആ ബട്ടർ പേപ്പറും നെയ്യ് നല്ല തടവിയിട്ടുണ്ട്. ഒരു പാൻ വെച്ച് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് ഈ കുക്കർ അടിച്ച് വെയിറ്റ് മാറ്റിയതിന് ശേഷം 35-40 മിനിറ്റ് വേവിച്ചെടുക്കണേ. അപ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ബാറ്റർ കിട്ടണം. ഇതിപ്പം ഏകദേശം ഒരു 1 കിലോയ്ക്ക് അടുത്ത് കാണും കേക്ക്. അതിനുള്ള ബാറ്ററാണ്. നമുക്കിത് വടിച്ചിടാം. നമ്മുടെ ബാറ്റർ എല്ലാം കുക്കറിനകത്ത് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ കുക്കർ എയർ ബൗൾ പോകാൻ വേണ്ടി നമുക്കൊന്ന് തട്ടിക്കൊടുക്കണം. ഇങ്ങനെ തട്ടിക്കൊടുക്കുമ്പോഴത്തേക്ക് ഈ ബൗൾ മൊത്തം പോകും. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് അതിൻ്റെ വിസിൽ മാറ്റിയതിന് ശേഷം 40 മിനിറ്റ് വേവിച്ചെടുക്കണം. കുക്കറിൻ്റെ വിസിൽ മാറ്റി ഞാൻ കുക്കർ അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ തവയെ വെച്ച് ഇത് നമുക്ക് 40 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ തവ നന്നായി ചൂടായി കിടക്കുന്നതാ. ഇതിലേക്ക് വെച്ച് സിം ഓടിയിട്ട് വേണം വേവിച്ചെടുക്കാൻ. അധികം തീ കാണരുത്. തീ ഒരുപാടായി കഴിഞ്ഞാൽ കേക്കിൻ്റെ അടി കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം തീ വെച്ച് വേണം നമുക്കിതൊരു 40 മിനിറ്റ് വേവിച്ചെടുക്കാൻ. അപ്പം 40 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഇപ്പോൾ 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ കുക്കറൊന്ന് തുറന്നു നോക്കാം നമ്മുടെ കേക്ക് ഇവിടം വരെയായെന്ന്. കേക്ക് നല്ല പാകമായിട്ടുണ്ട്. നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുത്തി നോക്കാം അകം വെന്തോന്ന്. നമ്മളിതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിങ്ങനെ കുത്തി നോക്കുമ്പോൾ ഇത് പിടിക്കാത്ത പരുവത്തിൽ വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേക്ക്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ആറാൻ വെക്കാം. ആറിയതിന് ശേഷം നമുക്ക് ഈ കുക്കറിന് പുറത്തെടുക്കാവേ. കേക്ക് ഏകദേശം തണുത്തിട്ടുണ്ട്. നല്ല ആറിയിട്ടില്ല. എന്നാലും നമുക്കിതൊന്ന് കമത്തി നോക്കാം. കമത്തി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് കേക്ക്. കണ്ടോ? ഒട്ടും ഇതായിട്ടില്ല, ഒടിഞ്ഞു പോയിട്ടില്ല. നല്ല ഇതായിട്ട് കിട്ടും. നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ച് കാണിക്കാം. ഓവനും ബീറ്ററും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കുക്കറിൽ വെച്ച് കേക്ക് ഉണ്ടാക്കി എടുക്കാം. ഇത് കണ്ട നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിക്കാം. എല്ലാവർക്കും ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കി എടുക്കാനേ ഉള്ളൂ. കറക്റ്റ് പാകത്തിൽ എടുക്കണമെന്നേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഒട്ടും പൊടിഞ്ഞും പോകുന്നില്ല. കറക്റ്റ് വേവുക. നമ്മൾ പ്ലം കേക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കാനേ ഉള്ളൂ. കറക്റ്റ് 40 മിനിറ്റ് കൊണ്ട് ഇതകമെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ കേക്ക് നമുക്കൊന്ന് എടുക്കാം. ഇത് കണ്ടോ, നല്ല സൂപ്പർ കേക്ക് റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എയിംസ് കിച്ചൻ്റെ വേറൊരു വീഡിയോയിൽ വേറെ റെസിപ്പിയുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.